പാരമ്പര്യം കൊണ്ടും പ്രൗഢി കൊണ്ടും ഏറെ പേര് കേട്ടതാണ് വയനാട് ജില്ല. കേരളം ലഹരിമരുന്നിന്റെ പിടിയിൽ. വയനാട് ലഹരിമരുന്നും കുഴൽപ്പണവും പിടികൂടി. വയനാട്ടിൽ മയക്കുമരുന്നുമായി 5 പേർ അറസ്റ്റിലായി. വയനാട് MDMA പിടികൂടി. കേരള സമൂഹത്തെ അതിഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് നാർക്കോട്ടിക്സ്. MDMA പോലുള്ള മാരകമായ ലഹരി മരുന്നുകൾക്ക് നമ്മുടെ യുവജനങ്ങളും വിദ്യാർത്ഥികളുമൊക്കെ അടിമകളായിത്തീരുന്ന അതിഗുരുതരമായ സാഹചര്യം. ഇത്തരം ലഹരി വസ്തുക്കൾ എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്? നാർക്കോട്ടിക്സ് മാഫിയ നമ്മുടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും എങ്ങനെയാണ് കെണിയിലാക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ ഒരു മിഠായി ട്യൂബാണ്. ഇത് മിഠായി പോലത്തെ ഒരു പദാർത്ഥം ഉള്ളിലുണ്ട്. ഇത് എങ്ങനെ നിറച്ചു എന്ന് പോലും എന്താ പറയാ, നിങ്ങൾക്ക് പോലും അത് അത്ഭുതമായിരിക്കും. പക്ഷേ കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ പ്ലാസ്റ്റിക് യാഗ് കത്തിച്ചിട്ട് അതിന്റെ മണം ശ്വസിച്ച് ആത്മസംതൃപ്തി കൊള്ളുന്ന ഒരു ആളെ എനിക്കറിയാമായിരുന്നു. ശരാശരി ആയുസ് അത്ര വരെ കിട്ടുള്ളൂ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5-6 വർഷത്തേക്ക് കിട്ടുള്ളൂ. അതിനു മുമ്പ് മരണം സംഭവിക്കുന്നതാണ്. ഈ പുഴയിൽ കൂടി കർണാടക സംസ്ഥാനത്ത് നിന്നും ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്ന ഒരു സാഹചര്യം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഷെക്കേന ന്യൂസ് സംഘം ആയിരിക്കുന്നത്. സ്ത്രീകളെ പരിശോധിക്കുന്നതിന് ആ പരിശോധനയിൽ നിന്ന് കുറേയൊക്കെ അവർ രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു. പക്ഷെ എനിക്കൊരു വലിയ ആശങ്കയുള്ളത്, ഇങ്ങനെ ഒരു കുട്ടീനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, കണ്ടെത്തി, ആ കുട്ടീനെ എന്ത് ചെയ്യും? നാർക്കോട്ടിക്സ് മാഫിയയുടെ ഉള്ളറകൾ തേടിയുള്ള ഒരു യാത്രയിലാണ് ഷെക്കേന ന്യൂസ്. ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് കേരളത്തിന്റെ കുടിയേറ്റ ഭൂമി, കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ തനതായ സ്ഥാനമുള്ള ജില്ല. എന്നാൽ ഇന്ന് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന്റെ ഒരു ഇടനാഴിയായി മാറുകയാണോ വയനാട്? 2022 വർഷത്തെ ആദ്യത്തെ 5 മാസത്തെ കാലയളവിലെ എക്സൈസ് വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വയനാട് ജില്ലയുടെ അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചെക്ക് പോസ്റ്റുകളിൽ മാത്രം 1.5 കോടി രൂപയുടെ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് പിടിക്കപ്പെട്ടത്. അത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ 90% പേരും 30 വയസ്സിന് താഴെയുള്ള യുവജനങ്ങളാണ്. എങ്ങനെയാണ് ഈ മാരകമായ ലഹരി വസ്തുക്കൾ വയനാട്ടിലേക്ക് എത്തിച്ചേരുന്നത്? അതെങ്ങനെയാണ് പിന്നീട് കേരളത്തിന്റെ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കേരളത്തിന്റെ യുവതലമുറയുടെ, കേരളത്തിലെ വിദ്യാർത്ഥികളുടെയൊക്കെ ഭാവിയെ നശിപ്പിക്കുന്നത്? നമുക്കൊന്ന് അന്വേഷിക്കാം ലഹരി മാഫിയയുടെ ഉള്ളറകളിലേക്ക്. ഈ ലഹരി ഭീകരർ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. 2 സംസ്ഥാനങ്ങളോട് അതിർത്തി പങ്കിടുന്ന ജില്ലയായതിനാൽ കേരളത്തിലേക്കുള്ള ലഹരി മരുന്ന് കടത്തിന്റെ പ്രധാന വഴിയായി ലഹരി മാഫിയ വയനാട് ജില്ലയെ ഉപയോഗിക്കുന്നു. 2 സംസ്ഥാനത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട്. കർണാടക സംസ്ഥാനത്തിന്റെയും തമിഴ്നാട് സംസ്ഥാനത്തിന്റെയും അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്തു നിന്നാണ് ഈ സിന്തറ്റിക് ഐറ്റം മുഴുവൻ പ്രോഡക്ട്സ് ആണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇതിലേക്ക് കൊണ്ടുവരുന്നതാണ്. സോഴ്സ് ഓഫ് എന്ന് പറയുന്നത് അന്യ സംസ്ഥാനങ്ങളാണ്. അവിടെ പല രീതിയിൽ ബസ്സിലും കാർ മാർഗത്തിലും ട്രാൻസ്പോർട്ടർ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഈ MDMA പോലുള്ള അതിമാരകമായ മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സ്. ഇപ്പം വയനാട് ജില്ലയിൽ കൂടുതൽ പിടിക്കപ്പെട്ടിരിക്കുന്ന MDMA എന്ന ലഹരി മരുന്നാണ്. ഒരു മയക്കുമരുന്നിന്റെ ആ ഒരു ഇതിലുള്ള കടന്നൊരു വളരെ ഭീതികരമായ രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടിയിരിക്കുന്നത്. ഇപ്പം പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ അറിയുന്നത് ആന്ധ്രയിലും ഒറീസയിലും ഒക്കെ വിളയിക്കുന്ന കഞ്ചാവ് പ്രത്യേകിച്ച് ഈ കർണാടക ബോർഡറിലൂടെയാണ് വയനാട് ജില്ലയിൽ കയറുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് അതിർത്തി പ്രദേശമെന്ന് മാത്രമല്ല, ഈ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയിൽ ഒരു ഫോഴ്സ് ഇല്ല എന്നുള്ളത് വലിയ ഒരു ദുരുപയോഗമായ ഒരു ഫലമാണ് അതിന് ഉണ്ടായി കൊടുക്കുന്നത്. അക്കരെ കർണാടകയാണ്, അവിടെ ഒരു പോലീസ് വരണമെങ്കിൽ 20 കിലോമീറ്റർ അകലെ നിന്ന് വരണം. അതുപോലെയാണ് എല്ലാ സംവിധാനവും ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു നിയന്ത്രണമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ കർശനമായ പരിശോധന നടക്കാത്തത് കൊണ്ടാണ് ഈ മേഖലയിലോട്ട് കൂടുതൽ കടന്നു വരുന്നത്. പിന്നെ ഇതിനകത്ത് ചെറുപ്പക്കാർ കൂടുതൽ ആഡ് ചെയ്താൽ പണത്തിൻ്റെ ആവശ്യകത കൂടുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ പണിയെടുത്ത് കൂടുതൽ പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു ആഗ്രഹവും ഇതിനു വേണ്ടി മയക്കുമരുന്നിന് വേണ്ടി പണം കണ്ടെത്തുക
എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഈ പിള്ളേർ ഇതിനകത്തേക്ക് വന്നു ചാടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിൽ വൻതോതിൽ റെയ്ഡ് നടന്നു. കുട്ടികളെ 15-16 വയസ്സുള്ള കുട്ടികളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ പറയുണ്ടായി, ഇന്നലെ 2 പിള്ളേരെ വൈരക്കുപ്പിൽ നിന്ന് പിടിച്ചു. സാധനമൊന്നും ഇറകയില്ല, പക്ഷെ അവരൊക്കെ അക്കരയിൽ നിന്ന് ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇക്കരമായി വന്നിരിക്കുന്നത്. അപ്പം അതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർക്കും അലട്ടുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകണമെങ്കിൽ കേരള ഗവൺമെൻറ് മാത്രമല്ല, അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ മാത്രമായിട്ടുള്ളൊരു ഇതുണ്ടല്ല, അക്കരെയും ഒരു നിയമ സംവിധാനവും അല്ലെങ്കിൽ അതിനൊരു പരിശോധന അടക്കമുണ്ടെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ ഈ സാധനം ഇങ്ങോട്ട് കടത്തി നിർത്താൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം പുതിയൊരു ഇതെന്ന് വെച്ചാൽ MDMA പോലുള്ള കൊണ്ടുവരുന്നതൊന്നും വലിയ ഒരു സ്പേസിൻ്റെ ആവശ്യമുള്ള സാധനമല്ല. ഇപ്പം ഇവിടെ ഇപ്പം എനിക്ക് അടുത്തിടെ അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാഫിയ ഈ ബാംഗ്ലൂർ പിടിക്കുന്ന പെൺകുട്ടികളെയൊക്കെ വല്ലാതെ ഇതിനകത്ത് വിനിയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആഴ്ചയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ മാസത്തിലോ 2 മാസത്തിലൊക്കെ വന്നുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഇപ്പോൾ 2 ആഴ്ചയും 3 ആഴ്ചയും കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇവരുടെ കയ്യിലൊക്കെ MDMA ആണ് കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഈ പണം അവർ പല രീതിയിൽ ദൂർത്തടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അമിതമായ ചെലവുകൾക്കും നിയന്ത്രണമില്ലാത്ത ജീവിതോപാധിക്കും വേണ്ടിയാണ് അതിനിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ ഈ മാർഗം ആശ്രയിക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാംഗ്ലൂര് മൈസൂർ എന്നൊക്കെ പറയുന്നത് ഒരു പോഷ് ജീവിതവുമായി ബന്ധപ്പെട്ട് അവർ കിട്ടുന്ന ഒരു സാധനമുണ്ട്. ഇവിടുന്ന് ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. അവരിൽ പറയുന്ന കഥകൾ കുട്ടികൾ കേട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാനന്തവാടി ആണെങ്കിലും ഇവിടെ ഞങ്ങളിപ്പോൾ ഈ കബനീരി ആണെങ്കിലും ഒക്കെ കർണാടക ബോർഡറാണ്. ഈ ബോർഡറിലൂടെ വരുന്ന നൈറ്റ് സർവീസുകൾ, വണ്ടികൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കടന്നു വരാൻ സാധിക്കും. പെട്ടെന്ന് തൊട്ടടുത്ത് പോയി വാങ്ങി വരാവുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ബാംഗ്ലൂരോ മൈസൂരൊക്കെ പോയിട്ട് ഒരു കുട്ടിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പോയി തിരിച്ചു വരാവുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അത് എത്താനുള്ള സാഹചര്യവും അവിടുന്ന് കൊണ്ടുവരാനുള്ള സാഹചര്യം കൂടുതലുള്ളത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ നിന്ന് അതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഊട്ടിക്ക് പോകണമെങ്കിലും മറ്റേ തമിഴ്നാട്ടിലേക്ക് കിടക്കണമെങ്കിലും നമുക്ക് ബത്തേരിയിൽ നിന്ന് പോകാവുന്ന ദൂരമുണ്ട്. അപ്പോൾ അതൊരു 3 സംസ്ഥാനങ്ങളുടെ സംഗമഭൂമി ആയതുകൊണ്ട് ഈ വയനാടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വയനാട് ജില്ലയുടെ ഏറ്റവും അതിർത്തി പ്രദേശമായ കർണാടക ബോർഡറാണ് നമ്മൾ. കർണാടകയിൽ നിന്നും ഒരുപാട് ലഹരി തിരികെ വരുന്ന ഒരു പ്രദേശമാണ് അവിടെ. അപ്പോൾ കുട്ടികളെ ഈ ലഹരിക്ക് അടിമപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നത് സത്യമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകയിൽ സുലഭമായി കിട്ടുന്ന ഒരു സംഭവം ഒരു കർണാടക ബോർഡറാണ്. നമുക്ക് ഇവിടുന്ന് പോലീസിനോ എക്സൈസിനോ കർണാടകയിൽ ചെന്ന് പരിശോധിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടുന്ന് മാഫിയകളിൽ എത്തിച്ച് ആ ലോബികൾ ഇവിടെ കോളേജ് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ലഹരി മാഫിയ അവരെ ഒരു ചെറിയ പൈസ കൊടുത്തുകൊണ്ട് സ്കൂൾ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു നിലപാട് ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വയനാട് ജില്ലയിലെ പ്രത്യേകിച്ച് ഈ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഏകദേശം 12 കിലോമീറ്ററോളം കർണാടക അതിർത്തി പങ്കിടുന്ന, എന്നാൽ യാതൊരുവിധ ചെക്ക് പോസ്റ്റുകളോ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത തികച്ചും തുറന്നു കിടക്കുന്ന അതിർത്തികളിലൂടെ ലഹരിയും അതുപോലെ തന്നെ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ നിർബാധം കടന്നു വരുന്നതിന് സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പുഴ നടന്നു കയറി വരാവുന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഒരു ചെക്ക് പോസ്റ്റുകളോ ഔട്ട് പോസ്റ്റുകളോ ഒരു എക്സൈസ് നിയന്ത്രണ സംബന്ധിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ലപ്പോഴും നടത്തുന്ന ഒരു പെട്രോളിംഗ് അല്ലാതെ ഒരു സാഹചര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഈ പ്രദേശങ്ങളിലൂടെ ലഹരി വസ്തുക്കൾ നിർബാധം കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ പഞ്ചായത്തിലുള്ളത്. അതുപോലെ തന്നെ മുൻകാലങ്ങളിലൂടെ പെരിക്കല്ലൂർ പ്രദേശത്ത് ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അത് ഗവൺമെൻറ് മാറി, ഗവൺമെൻറ് പോലീസ് മാറിയപ്പോൾ അതെടുത്ത് മാറ്റി. ഞങ്ങൾ നാട്ടുകാർ മുൻകാലങ്ങളിൽ സ്വന്തം കയ്യിൽ നിന്ന് വാടക കൊടുത്ത് ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചാൽ ഹെഡ് പോസ്റ്റുകൾ നിലനിർത്തി തരുന്നതാണ്. പക്ഷെ അതൊക്കെ എടുത്തു പോയതോടുകൂടി ഇങ്ങനെ ലഹരി കടത്തുന്ന ആളുകൾക്ക് ഒത്തിരിയേറെ സൗകര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നോക്കി നടന്ന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കടത്തിലൂടെ അല്ല വരിക, അവർക്ക് നടന്നു വേണേൽ കയറി വരാം. അപ്പോൾ അത്രയും വിശാലമായ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. നീന്തി കടന്നു വരുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് കബനി പുഴയുടെ തീരത്താണ്. ഇപ്പോൾ നാം നിൽക്കുന്നത് കേരള സൈഡിലാണ്. ഈ പുഴയുടെ അപ്പുറത്താണ് കർണാടക സംസ്ഥാനം വരുന്നത്. ഈ വയനാട് ജില്ലയിലേക്ക് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ഒഴുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഈ കബനി പുഴ വഴിയാണ്. ഈ കർണാടക സൈഡിൽ നിന്നും അത്തരം മയക്കുമരുന്ന് മാഫിയയുടെ വ്യക്തികൾ ഇത്തരം മയക്കുമരുന്നുമായൊക്കെ കേരള ബോർഡറിലേക്ക് എത്തുന്നു. ഈ പുഴ കടന്ന് കേരള ബോർഡറിലേക്ക് എത്തുന്നു. കാര്യമായുള്ള ഒരു ചെക്കിങ്ങോ പോലീസ് സംവിധാനമോ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെ ഒരു പ്രവർത്തനമോ ഒന്നും നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. മുമ്പ് വല്ലപ്പോഴും മാത്രം പിടികൂടിയിരുന്ന മാരക ലഹരി മരുന്നുകൾ ഇപ്പോൾ വയനാട്ടിൽ ആഴ്ചയിൽ 2-3 തവണ പിടികൂടുന്നുണ്ട്. വയനാട് ജില്ലയിൽ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 9 വരെയുള്ള 40 ദിവസങ്ങളിൽ മാരക ലഹരിമരുന്നായ MDMA മാത്രം 273.54 ഗ്രാമാണ് എക്സൈസ് പിടികൂടിയത്. ഇക്കാലയളവിൽ വിവിധ കേസുകളിലായി 102 പ്രതികളുണ്ട്.
മുൻകാലത്തേക്കാൾ കൂടുതലാണ് MDMA കേസുകളുടെയും പിടിയിലാകുന്നവരുടെയും എണ്ണം. ന്യൂജൻ ലഹരികൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതോടെ ഇതുവരെ കേൾക്കാത്ത പേരിലും രൂപത്തിലുമൊക്കെയാണ് സിന്തറ്റിക് ലഹരി വയനാട് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി കേരളത്തിന്റെ വിദൂരമായ ഗ്രാമങ്ങളിലേക്ക് പോലും എത്തുന്നത്. മുമ്പൊക്കെ ഉണ്ടായിരുന്ന ലഹരികളെ സംബന്ധിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ തലമുറ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഏറ്റവും വലിയ വാഹകരായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുൽപ്പള്ളിയിൽ നിന്ന് യൂത്തിന് ഇപ്പോൾ പല അറസ്റ്റുകളും നടന്നു. പുൽപ്പള്ളിയിൽ ഏതാണ്ട് 64 കേസുകൾ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഈ 6 മാസമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. പല ആളുകളും ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ക്യാമ്പസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന രീതിയിൽ അതിൻ്റെ ഒരു വലിയ ബിസിനസ് നടക്കുകയാണ്. ഇതിനെ വലിയ ഭീതിയോടുകൂടിയാണ് പുൽപ്പള്ളി പ്രദേശം ഇന്ന് കാണുന്നത്. ഇന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികൾ തിരിച്ച് വീടുകളിലേക്ക് വരുമ്പോൾ ബാഗും അവരുടെ എല്ലാ രീതിയിലുള്ള യാത്ര ശ്രദ്ധിക്കണം എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിൽ വരെ ഈ MDMA പോലെയുള്ള മാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് വെച്ച് കൊടുക്കുന്ന തരത്തിലുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിൽപ്പന, ഒന്ന് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും യൂത്തിന്, വരുമാനമില്ലാത്ത തൊഴിലെതിരായിട്ടുള്ള യൂത്ത് ധാരാളമുണ്ട്. അപ്പോൾ അവർ ഒരു വരുമാന മാർഗമായി ഇതിനെ കാണുന്നു, ഒപ്പം ലഹരി ആസ്വദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഇത് ആസ്വദിച്ച് തുടങ്ങിയ ആൾ പിന്നെ അതിൻ്റെ വാഹകരായി മാറുകയാണ്. ഇവിടെ നടന്നിട്ടുള്ള പല കേസുകളും ഇതിന് ഉദാഹരണമാണ്. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കളെ മർദ്ദിക്കുക, അങ്ങനെ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന വ്യവസ്ഥിതി മുഴുവൻ താറുമാറാകുന്ന തരത്തിൽ ഇതിനെ ഗ്രാമപഞ്ചായത്ത് വളരെ ഗൗരവമായിട്ട് കാണുക. പാലങ്ങളും റോഡുകളും നിർമ്മിക്കുന്നത് പോലെ തന്നെ ഒരു യുവതയെ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മളെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും നാടിന് ഒരു നേട്ടം ഉണ്ടാവില്ല. അപ്പോൾ ഈ യൂത്തിനെ എങ്ങനെ രക്ഷിക്കാം എന്ന ഒരു ചിന്തയാണ്. ആദ്യം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ കൗമാരക്കാർ മരണപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. 15ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ അതിന് ഒരു കരുതാൻ കൗമാരം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മളതിനെ വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ പഞ്ചായത്ത് ഇത് ഒരുപക്ഷെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കേരളത്തിൽ ആദ്യമായി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ യൂത്തിനെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ചിന്ത, കൗമാരത്തെ കരുതലോടെ കൊണ്ടു നടക്കണം എന്നൊരു ചിന്തയിലൂടെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മാരകമായ ഡ്രഗ്സ് അതിൻ്റെ ഒരു താവളമായി ഇന്ന് പുൽപ്പള്ളി മാറുക. ഇപ്പോൾ അതിർത്തി പ്രദേശമായ കർണാടക ഇപ്പോൾ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് കൂടി ധാരാളമായി അവിടെ നിന്ന് വരുന്നു. 4 ജില്ലകളിൽ നിന്ന് ഇവിടെ നമ്മൾ അതിർത്തി പങ്കിടുകയാണ്. അപ്പോൾ അത് വലിയ ഗൗരവമായിട്ട് നമുക്ക് കാണേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ധാരാളം കേസുകൾ പിടിക്കപ്പെടുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മളിപ്പോൾ ക്യാമ്പസുകളിലേക്ക് ഇത് പകർന്നുകൊണ്ടിരിക്കുക. നേരത്തെ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇന്ന് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സ്റ്റുഡൻസിലേക്ക് വ്യാപിച്ചിരിക്കുക. അപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. നമ്മുടെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ യുവത്വവും കൗമാരവും മാറുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രദേശം മാറുകയാണ്. ഒക്കെ കഞ്ചാവ് വളരെയധികം വ്യാപിച്ചിരുന്നു. പക്ഷേ ഈ അടുത്ത നാളുകളിൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു വ്യാപനം അത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഈ മേഖലകളിൽ? പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ MDMA കേസുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ അത് അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിമാരകമായ സിന്തറ്റിക് ഡ്രഗ്സായ MDMA കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ജില്ലാ പോലീസ് മേധാവിയുടെയും മേലുദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരമുള്ള സ്പെഷ്യൽ ഡ്രൈവുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി കേസുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ കേസുകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ശക്തമായ നടപടികൾ നമ്മൾ തുടരും. ഒപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളും നമ്മൾ മേൽനിർദ്ദേശപ്രകാരം ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണ്. അത്തരത്തിൽ നടപടികളും പോലീസ് ഇക്കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം എക്സാമൊക്കെ എഴുതുമ്പോൾ പരിശോധിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വിവാദം നിൽക്കുകയാണ്. അപ്പോൾ സ്ത്രീകളെ പരിശോധിക്കുന്നതിന് ആ പരിശോധനയിൽ നിന്ന് കുറേയൊക്കെ അവർ രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വാഹകരായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കൂടുതൽ ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. ഈ സാധനം ഇപ്പോൾ കിലോ കണക്കിന് കഞ്ചാവാണ് ഇങ്ങോട്ട് വരുന്നത്. കഞ്ചാവ് ധാരാളമായി നമ്മുടെ പ്രദേശത്തേക്ക് വരിക. പിന്നെ ഈ സിന്തറ്റിക് ഡ്രഗ്സും വലിയൊരു അപകടകരമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ പ്രദേശത്ത്. മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ പോലുള്ള മെട്രോ നഗരങ്ങളിൽ മാത്രം ഉപയോഗത്തിലുണ്ടായിരുന്ന രാസലഹരി വിൽപ്പനയും ഉപഭോഗവും അടുത്ത കാലത്തായി കേരളത്തിലും വർദ്ധിച്ചതായി എക്സൈസ് വകുപ്പെടുക്കുന്ന കേസുകളുടെ എണ്ണം നോക്കിയാൽ വ്യക്തമാകും. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ വരെ രാസലഹരികൾ ഉപയോഗിക്കുന്നതായി എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും ഉപഭോക്താവിന് സൗകര്യമാണ്. കൂടുതൽ ലഹരി തേടി പോകുക എന്നാണ് ലക്ഷ്യം. കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്കും മാതാപിതാക്കൾക്കും തിരിച്ചറിയാൻ സാധിക്കും. കണ്ണിന് ചുവപ്പ് വരിക, കണ്ണിന് ചുറ്റും വീർത്ത് തടിക്കുക, അങ്ങനെ എന്തെങ്കിലും സ്മെല്ല്, സ്മോക്ക് ചെയ്തതിൻ്റെ സ്മെല്ല് എന്തായാലും ഉണ്ടാവും.
ഈ സിന്തറ്റിക് ഐറ്റം വെച്ചാൽ ഇങ്ങനത്തെ യാതൊരു സൂചനയും നാട്ടുകാർക്ക് കിട്ടില്ല. മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഒന്നും അറിയില്ല. അപ്പം ലഹരി അഡിക്റ്റായിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യാം. പ്രധാനമായും ബാധിക്കുന്നത് നാഡീവ്യൂഹത്തെയാണ്. പിന്നെ തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെ 5 വർഷം കൊണ്ട് സൈക്കിക്കോ അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരാശരി ആയുസ് അത്ര വരെ കിട്ടുള്ളൂ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5-6 വർഷത്തിനകത്തേക്ക് കിട്ടില്ല. അതിനു മുമ്പ് മരണം സംഭവിക്കുന്നതാണ്. കാരണം അത്രയും അതിമാരകമാണ്. ശരീരത്തിൽ ഞരമ്പിനെയും തലച്ചോറിനെയും ബാധിക്കുന്നതുകൊണ്ട് എന്താണെന്ന് തിരിച്ചറിയില്ല. അങ്ങനത്തെ രൂപത്തിലേക്ക് മാറുന്നതാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ജീവിതത്തിന്റെ താളം തെറ്റി ഈ റോഡിലൂടെയൊക്കെ നടക്കുന്നു പോകുന്ന പല വ്യക്തികളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരാൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് ഈ കഞ്ചാവ് ഉപയോഗിച്ച് അവസാനം അദ്ദേഹത്തിന് പല ട്രീറ്റ്മെൻറ്റും കൊണ്ടുകൊണ്ട് അവിടെ എങ്ങും നിൽക്കാത്ത സ്ഥിതിവിശേഷമാണ്. അദ്ദേഹം കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ പ്ലാസ്റ്റിക് യാഗ് കത്തിച്ചിട്ട് അതിൻ്റെ മണം ശ്വസിച്ച് ആത്മസംതൃപ്തി കൊള്ളുന്നൊരു ആളെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സാധനം ആരോഗ്യത്തെ ബാധിക്കും, അല്ലെങ്കിൽ ജീവിതം തന്നെ നശിപ്പിക്കും നമുക്കറിയാം. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്കും ഈ ആനന്ദ ലഹരി നുകരുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ തലമുറ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു സ്കൂളിലായിരുന്നപ്പോൾ നാഷണൽ ഹൈവേയിലാണ് കുട്ടികൾ പാസ് ചെയ്ത് പോകേണ്ടത്. കുട്ടികളെ കയറ്റിവിടാനൊക്കെ ആയിട്ട് നിൽക്കുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വരുന്നു, ഒരു ബൈക്കിൽ വരുന്നു, എന്തോ ഒരു സാധനം കൊടുക്കുന്നു. നമ്മൾ നോക്കിയിട്ട് ഒരു സാധനം കുട്ടിയുടെ പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളൊന്നും ബാഗ് തപ്പി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അതിന് ശേഷമാണ് പിന്നീടാണ് ഒരു അവസരത്തിലാണ് ഇങ്ങനത്തെ കുട്ടി നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങൾ പോലും ഇവരുടെ കയ്യിലേക്ക് കൊടുത്ത് അവർക്ക് ഒളിപ്പിച്ച് വെക്കാൻ ഈസിയാണ്. ഇത് എങ്ങനെ കിട്ടുന്നു എന്ന് പറയാൻ എനിക്കറിയില്ല. കാരണം ഒരു നിമിഷം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ കുട്ടി കൈമാറിപ്പോയി. അത് രക്ഷിതാവിനെ വിളിച്ച് നമ്മൾ സംസാരിച്ചു, പക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എത്ര തവണ പിടിച്ചാലും കേസ് നടത്താനും ലഹരി സംഘങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനും വലിയ സംഘം തന്നെ ലഹരിക്കടത്തിന് പിന്നിലുണ്ട്. ഇത്തരം ലഹരികൾ സംസ്ഥാനത്തേക്ക് കടത്താൻ വലിയ തുക പ്രതിഫലമായി ലഭിക്കുമെന്നതിനാൽ പല യുവാക്കളും ലഹരിക്കടത്തിലേക്ക് തിരിയുന്നു. ഇത്തരം ലഹരി വസ്തുക്കളുമായി പിടിയിലാകുന്നവരിൽ 90% 30 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് അധികൃതരും പറയുന്നു. വലിയ അളവിൽ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം രാസലഹരികൾ അവിടെ നിന്നും അധികൃതരുടെ കണ്ണിൽപ്പെടാതെ മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാൻ പ്രത്യേകം വൈദഗ്ധ്യമുള്ള യുവാക്കളും രംഗത്തുണ്ട്. പണ്ടത്തെക്കാലം ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു വ്യാപനം എത്രത്തോളം ശക്തിപ്പെട്ടിട്ടുണ്ട്? പ്രത്യേകിച്ച് അങ്ങ് വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഫുട്ബോൾ പരിശീലകനാണ്. ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒക്കെ വ്യാപനം എത്രമാത്രം ശക്തിപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ? ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പെട്ടെന്ന് വന്ന് ചാടിയതാണ്. പക്ഷെ അത് മാത്രം ഈ സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമല്ല, ഈ കുട്ടികളെ ചെറുപ്പത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലഹരിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി മാഫിയകൾ കടകളിൽ ഈ മയക്കുമരുന്ന് കലർന്നുള്ള മിഠായികൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ട് അവർ പല രീതിയിലും കപ്സിറപ്പ് ഉപയോഗിച്ച് ലഹരി ഉപയോഗിക്കുന്ന അതിൽ ലഹരി കണ്ടെത്തുന്നു. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലർക്കും ഒരു ധൈര്യമില്ല. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ MDMA കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ലഹരി മാഫിയോടുള്ള ഒരു ഭയം സമൂഹത്തെ പിടിമുറുക്കിയതായിട്ട് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ചെറിയ ടൗണുകളൊക്കെ തന്നെ ഈ 18 വയസ്സ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും പല കടകളിലും വന്ന് സിഗരറ്റ് പോലുള്ള കാര്യങ്ങൾ മേടിക്കാറുണ്ട്. ആ സിഗരറ്റ് മേടിക്കുമ്പോൾ കച്ചവടക്കാരൻ എന്താ പറയുക, ഒരു സ്വാഭാവികമായി കൊടുക്കാറുണ്ട്, ചിലർ നിരുത്സാഹപ്പെടുത്താറുണ്ട്. അത് അവൻ്റെ പാരൻസിനോട് പറയുമ്പോൾ അത് വലിയ കാര്യക്ഷമമായി എടുക്കുന്നില്ല. അവർ അങ്ങനെ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു സാഹചര്യങ്ങൾ വരുന്നുണ്ട്. നേരെ മറിച്ച് ഏതെങ്കിലും പാരൻസ് അത്തരത്തിൽ കാര്യങ്ങൾ ചോദിക്കുകയും ആ കുട്ടിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെതിരെ അവൻ എന്താ പറയുക, മറ്റ് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാനല്ല, എൻ്റെ കൂടെയുള്ള സുഹൃത്തിന് വേണ്ടിയിട്ടായിരുന്നു മേടിച്ചതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സംഭവം അസ്വാഭാവികമായിട്ട് ഒരു മിഠായി എന്ന് പറഞ്ഞുകൊണ്ട് കടകൾ വിൽക്കുന്ന ഒരു സാധനം പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ അധ്യാപകർ ശ്രദ്ധയിൽപ്പെടുകയും അധ്യാപകർ അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഈ സംഭവമുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ട്യൂബാണ്. ട്യൂബിൻ്റെ അകത്ത് ഒരു മിഠായിയുടെ പദാർത്ഥം എങ്ങനെ നിറച്ചു എന്ന് പോലും നമുക്ക് അത്ഭുതമാണ്. അത് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നു. ഇത്രയും വലിപ്പമുള്ളൊരു ട്യൂബിൽ കുത്തി വെച്ചിരിക്കുന്നു. അതിന് ഞാൻ ഇത് കിട്ടിയപ്പോൾ തന്നെ ഒന്ന് കുറച്ച് എടുത്ത് ടേസ്റ്റ് നോക്കിയപ്പം അതൊരു ചെറിയൊരു നാക്കിലൊരു തരിപ്പ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് ലഹരിയാണോ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്കൊരു സാധനം വിൽക്കണമെങ്കിൽ, കടകളിൽ വിൽക്കണമെങ്കിൽ കൃത്യമായ ലേബലും അവരുടെ എല്ലാ സംഭവങ്ങളും പാലിക്കണമെന്നുണ്ട്. അപ്പൊ ഇത് കുട്ടികളെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു മറ്റ് കടകളിലൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റു കടകളിൽ നമ്മളിനി മറ്റു കടകളിൽ പോയി ഇത് എന്താ പറയാ, നമ്മൾ അവിടെ ഉണ്ടോ, വിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇടപെടുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ അത് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ലഹരിയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ നാക്കിന് തരിപ്പാണെങ്കിൽ പിന്നീട് അടുത്ത മാസം വരുന്ന ഈ ട്യൂബിലുള്ള സംഭവം ഒരു കഞ്ചാവായി അല്ലെങ്കിൽ മറ്റ് ലഹരിയായിട്ട് പദാർത്ഥമായിട്ട് മാറുകയും ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇങ്ങനെ ഒരു മിഠായി ട്യൂബാണ്, പദാർത്ഥം ഉള്ളിലുണ്ട്. ഇത് എങ്ങനെ നിറച്ചു എന്ന് പോലും എന്താ പറയാ, നിങ്ങൾക്ക് പോലും അത് അത്ഭുതമായിരിക്കും. പക്ഷേ ഒരു ലേബലും ഇല്ല. അത് എന്താ പറയാ, വളരെ ഭീകരമായ അവസ്ഥയുണ്ട്. ഇത് എവിടുന്ന് വരുന്നു എന്നറിയത്തില്ല. കേരളത്തിലെ മറ്റു കടകൾ സുലഭമാണോ എന്നറിയത്തില്ല. ഇത് കർണാടക ബോർഡർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. കർണാടകയിൽ നിന്നും ഒരു പക്ഷേ കയറി വന്നാണെന്ന് സംശയമുണ്ട്. കടകളിൽ സുലഭമായി കിട്ടുന്നു. അത് സ്കൂളുകളുമായി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട കടകളിൽ മാത്രമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഒരു ചെറിയ ടൗണിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ആ കടകളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഇത് ആ കടകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനല്ല, നമ്മുടെ സുഹൃത്തുക്കളോടൊന്ന് ചോദിച്ച് അവിടെ വിൽക്കുന്നുണ്ടോ, ആരാണ് ഇത് കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മളൊരു അന്വേഷണം നടത്തിക്കൊണ്ട് നമ്മൾ ഇതിനെ ഒരു ജാഗ്രത കൃത്യമായ രീതിയിൽ അത് പുലർത്തി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെ ഒരു നടപടി എടുത്തു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൃത്യമായ ഒരു പരിശോധന സംവിധാനം ഈ മേഖലയിലൊന്നും നിലവിലില്ലേ? അതോ പരിശോധന സംവിധാനങ്ങളുടെ ഒരു അഭാവമാണോ? അതോ കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് നടക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ളൊരു വ്യാപനം വർദ്ധിക്കുന്നത്? അല്ല, ഇവിടെ കൃത്യമായ പരിശോധന എന്ന് പറയുന്നത് പോലീസിനെയോ എക്സൈസിനെയോ സംബന്ധിച്ചിടത്തോളം റോഡുകൾ കേന്ദ്രീകരിച്ചേ പറ്റുള്ളൂ. ഇത് വയനാട് എന്ന് പറയുന്നത് കൂടുതലും വനമേഖലയുള്ളതാണ്. അപ്പം ഇത് കടത്തുന്നവർക്ക് വനത്തിലോട്ടുള്ള ഊടുവഴികളും മറ്റുമൊക്കെ ഈ നിയമപാലകരെയും അല്ലെങ്കിൽ ഈ പോലീസിനെയൊക്കെ വിട്ടിച്ച് കടന്നു പോകാൻ ഒത്തിരി റൂട്ടുകളുണ്ട്. അതവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് നിയമപാലകരുടെ മുമ്പിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ മുന്നിൽ വരുന്നവരെ മാത്രമേ അവർക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇവിടുന്ന് പല റൂട്ടുകളിലേക്കും വനത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒത്തിരി റൂട്ടുകൾ ഉണ്ടെന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ മേഖലയിലുള്ളത്. ഒരാഴ്ച മുമ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വാഹന പരിശോധനയ്ക്കിടയ്ക്ക് 2 ചെറിയ യുവാക്കൾ, ഒരു 20 വയസ്സിന് താഴെയുള്ള 2 യുവാക്കളെ അവർ കഞ്ചാവുമായി പിടിക്കുകയും ആ കഞ്ചാവുമായി പിടിച്ച് ഇവരുടെ സ്റ്റേഷൻ ബത്തേരി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അവരുപയോഗിച്ച മൊബൈൽ ഫോൺ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെടുത്തായിരുന്നു. ആ ഫോണിലേക്ക് നമ്മളുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്കൂളിൽ നിന്നും 3 കുട്ടികൾ നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ചിട്ടുള്ള കോളുകളാണ് വന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ സ്കൂളിനെ സംബന്ധിച്ച് പക്കയായിട്ടുള്ള സ്കൂളാണ്, വളരെ നീറ്റായി പോകുന്ന സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികളാണ് ഇവർക്ക് പൈസ കൊടുത്തുകൊണ്ട് ഈ ലഹരി മേടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നാണ് ഞങ്ങളുടെ സംശയം. ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ അറിയിക്കുമ്പോൾ അല്ലെ പേരൻസിനോട് പറയുമ്പോൾ അവർ തികച്ചും നിഷേധാത്മക നിലപാടിലാണ് അവർ പറയുക. നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്, പിടിച്ചിട്ട് ഇന്ന ആളുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മുടെ കുട്ടിയുടെ സ്വഭാവ വൈകല്യവും അല്ലെങ്കിൽ പെരുമാറ്റവും കാണുമ്പോൾ നമുക്കറിയാമല്ലോ, കുട്ടികളെ കാണുന്ന കുട്ടികളുടെ അടുത്ത് മാറ്റുമ്പോൾ നമുക്കറിയാം. അത് പറഞ്ഞു കഴിയുമ്പോൾ അവരൊരിക്കലും പറയില്ല എൻ്റെ കുട്ടി ഇല്ല എന്നുള്ളവർ ഉറപ്പിച്ച് പറയും. അതുകൊണ്ട് തന്നെ പല കുട്ടികളെയും നമുക്ക് അതിൻ്റെ കുറച്ചും കൂടിയൊക്കെ ആഴത്തിൽ ഇറങ്ങി ചെന്നതിന് ശേഷം മാത്രം നമുക്കവരെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടാ വെച്ചാൽ നമുക്കിങ്ങനെ പറഞ്ഞ് ഒരു കുട്ടിയെ ഇങ്ങനെ സംശയമുണ്ടോ എന്ന് രക്ഷിതാവിനോട് പറഞ്ഞു. രക്ഷിതാവ് ഭയങ്കരമായിട്ട് നമ്മളോട് വയലൻ്റായി എന്ന് പറഞ്ഞാൽ അതുപോലെ ദേഷ്യപ്പെട്ടു പോയി. പക്ഷേ എന്തോ ദൗർഭാഗ്യവശാൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് നമ്മുടെ ബാഗുകൾ തപ്പിയ സമയത്ത് സാധനം നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ പിടിച്ച് രക്ഷിതാവിനെ വിളിച്ചു വരുത്തി അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം രക്ഷിതാവ് പൊട്ടിക്കരഞ്ഞു. അവരുടെ അനുസരിച്ച് എന്താണ്, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പറ്റില്ല, ഇല്ല എന്നുള്ള സത്യമാണ്. അങ്ങനെയാണ് നമ്മൾ കരുതുക. അപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ സാധനം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മുടെ രക്ഷിതാക്കൾ അറിയണം. നമ്മളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയിൽ ഇപ്പോൾ അണുകുടുംബങ്ങൾ തന്നെ ഏകദേശം പറയാം. അച്ഛനും അമ്മയും 1-2 കുട്ടികളുള്ള വീടുകളിൽ അച്ഛനും അമ്മയും കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ച് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൃത്യമായ ഒരു വാത്സല്യങ്ങളോ ലാളനകളോ ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാത്രമല്ല കൗൺസിലിംഗ് നൽകേണ്ടത്, ശരിക്കും വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾക്ക് കൃത്യമായ കൗൺസിലിംഗ് നടത്തി അവരിൽ നിന്നോട് മാത്രമേ ഇതിന് മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മുടെ മക്കൾ പുറത്തു പോയാൽ എന്ത് ചെയ്യുന്നു, ആരോട് കൂട്ടുകൂടുന്നു, എങ്ങനെയുള്ളവരുമായിട്ട് ഇടപഴകുന്നു, അവർ വീട്ടിൽ വന്നാൽ അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ്, അല്ല അവർക്ക് സ്വഭാവത്തിൽ എന്ത് മാറ്റമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ശരിക്കും കുടുംബത്തിലെ മോണിറ്ററിങ്ങിലാണ് വരുന്നത്. അതോടൊപ്പം മാധ്യമങ്ങളുടെ വലിയൊരു സ്വാധീനം ഈ ലഹരി വ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമകളൊക്കെ, ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന പല സിനിമകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ സ്വാധീനിച്ചു? തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ സിനിമകൾ കാണുന്നതും മാധ്യമങ്ങളുടെ വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ കണ്ടാണ് കുട്ടികൾ അതുപോലെ ഹീറോ ആകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുണ്ട്. കാരണം അവർക്ക് മറ്റ് ചിന്തകളൊന്നുമില്ല. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പോകാം, സിനിമയിൽ കാണുന്ന പോലെ ഞങ്ങൾക്ക് പോകണം, അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ ഞങ്ങൾക്ക് സ്പീഡിൽ ബൈക്ക് ഓടിച്ച് പോകണം, അതിന് ലൈസൻസ് പ്രശ്നങ്ങളില്ല, അതിന് മറ്റ് പ്രതിബന്ധങ്ങളും മറ്റു കാര്യങ്ങളില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ മാറുന്നുണ്ട്. 1-2 ഫിലിമുകളൊക്കെ ഇറങ്ങിയതിന് ശേഷം
ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെയാണ് എന്ന് കുട്ടികൾക്ക് സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ലഹരി കെണിയുടെ പിടുത്തത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും? നമ്മൾ പറഞ്ഞു അധ്യാപകർ ജാഗ്രത പാലിക്കണം, മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം, പൊതുസമൂഹം ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ കൂടി നമ്മൾ നടപ്പിലാക്കണം ഇത്തരം ലഹരി കെണികളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ അത് വീണു പോകാതിരിക്കാൻ? അത് എത്രത്തോളം സക്സസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മുടെയൊക്കെ ഈ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊക്കെ നല്ല കഴിവുള്ളവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ അറിയാം, സ്പോർട്സ് ആക്ടിവിറ്റീസുകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, ആർട്സിൽ താല്പര്യമുള്ള. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ അവരുടെ കഴിവുകൾ കണ്ടെത്തി ആ ഒരു മേഖലകളിലേക്ക്, സ്പോർട്സ് ഇപ്പം ഞാനൊരു ഫുട്ബോൾ കോച്ചായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇവർ കുറച്ച് ഇതിനകത്തേക്ക് വരുമ്പം നല്ലൊരു ക്യാമ്പും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം ജീവിതത്തിനൊരു ശൈലി ഉണ്ടാകും, ഒരടുക്കും ചിട്ട ഉണ്ടാകും. അപ്പം ഇത് ഇപ്പം അവർ കുട്ടികൾ ഒരു വലിയ താരങ്ങളായില്ലെങ്കിൽ പോലും ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടോടുകൂടി കാണാൻ സാധിക്കുന്ന ഒന്നാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ വരികയും വൈകുന്നേരങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിലെ ഗ്രൗണ്ടുകളിൽ പോവുകയും അവിടെ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമൂഹമായ ഒരു കാഴ്ചപ്പാടുണ്ടാവുകയും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ കുട്ടികൾ നന്നാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരുടെ അതിൻ്റെ വായനയിലേക്കും ഒക്കെ ഇന്ന് വായനയിലേക്കൊന്നും ആരും തിരിഞ്ഞു പോകുന്നില്ല. വീട്ടിലൊരു പത്രം വരുന്നുണ്ടെങ്കിൽ പോലും അത് വായിക്കാൻ തയ്യാറാകാത്ത കുട്ടികളാണുള്ളത്. അപ്പോൾ ഈ പത്രമൊക്കെ വായിക്കുമ്പോൾ ഇതിനകത്ത് ഈ മരുന്നുകളെക്കുറിച്ചും അല്ലെങ്കിൽ മോശമായ കൂട്ടുകെട്ടുകളെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതും കുട്ടികളെ ബോധറിയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കുട്ടികളെ അവരുടെ ചെറുപ്പത്തിൽ തന്നെ പല രീതികളിലേക്ക് അവരുടെ സവിശേഷമായ സ്വഭാവത്തെ തിരിച്ചുവിടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചിന്തകളിലേക്ക് പോകാതെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ, എക്സൈസ് വകുപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ, സ്കൂളിൽ വിടുന്ന നമ്മുടെ പേരൻസിനെ സംബന്ധിച്ച് അധ്യാപകരെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കച്ചവടക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടോ നടക്കില്ല. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് ഓരോ സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വാർഡുകൾ കേന്ദ്രീകരിച്ച് ജനജാഗ്രത സമിതി രൂപീകരിച്ച് അവിടെയുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മൾ വിളിക്കണം, അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകളെ നമ്മൾ ചേർക്കണം, പൊതുപ്രവർത്തകർ ചേർക്കണം, ക്ലബ്ബിലെ ഭാരവാഹികളെ ചേർക്കണം, കുടുംബശ്രീ പ്രവർത്തകർ ചേർക്കണം. അങ്ങനെ നാനാഭാഗത്തിൽ ഏതൊക്കെ നാനാ തുറയിൽപ്പെട്ട ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ശക്തമായ കമ്മിറ്റിക്ക് ഫോം ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ അവരെ ബോധവൽക്കരണം ചെയ്യണം. നമ്മൾ കമ്മിറ്റി എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കടകളിൽ പറയാനും അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ കടകളിൽ ഇൻഫോം ചെയ്യണം, അതൊരു ഓട്ടോറിക്ഷക്കാരോട് പറയണം, എങ്ങനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന തരത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു മാസത്തിൽ 2 തവണയെങ്കിലും നമ്മൾ ഒരു മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്റെയും അല്ലെങ്കിൽ നാളെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. വയനാട് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കബനി നദി 2 സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു നദീ മേഖലയിൽ കൂടി ലഹരിയുടെ ഒരു കടത്ത് വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഷെക്കാനി ന്യൂസ് ആ മേഖലയിൽ കൂടിയൊക്കെ യാത്ര ചെയ്തപ്പോൾ അവിടെ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. ആ മേഖലയിൽ കൂടിയുള്ള ഈ ലഹരിക്കടത്തിന്റെ വ്യാപനം തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി പദ്ധതിയിടുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കഴിയുന്നത് ഈ സന്നദ്ധ സംഘടനയും ജാഗ്രതാ സമിതികളെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളെയും ഉണർന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ അതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതുമാത്രം പോരാ, അവിടെ എയ്ഡ് പോസ്റ്റ്, പോലീസിൻ്റെ ഇവിടെ എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് നീക്കം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്. വളരെ ഗൗരവമായി അതിർത്തി പ്രദേശം എന്ന നിലയ്ക്ക് പോലീസിൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് അവിടെ ആവശ്യമാണ്. അത് ഗവൺമെൻറ് തലത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. ഇതൊരു ജനതയുടെ ഏറ്റവും വലിയ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുകയും വേണം. ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ നിർവഹിക്കും. ഈ തിന്മയ്ക്കെതിരെ നമ്മൾ പ്രാർത്ഥനയിൽ ഒന്നിക്കുക, അതോടൊപ്പം തന്നെ ഇവരെ കൂടുതൽ സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി അവരോട് പെരുമാറുക. എനിക്ക് തോന്നുന്നത് അങ്ങനെ നല്ല രീതിയിൽ അവരോട് ഒരു അപ്രോച്ച് കീപ്പ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൂടെ അവരിലേക്ക് വർഷിക്കപ്പെടുകയും അങ്ങനെ ആ തിന്മയിൽ നിന്നും അവർ മാറി പ്രകാശത്തിൻ്റെ പാതയിലൂടെ ചരിക്കാൻ അവർക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം വിചാരിക്കുന്നതിലും അപ്പുറത്താണ് കേരള സമൂഹത്തിൽ ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തം. മാതാപിതാക്കൾ ജാഗ്രത പാലിക്കുക. കഴുകൻ കണ്ണുകളുമായി നമ്മുടെ കുട്ടികളുടെ ഭാവി കാർന്നു തിന്നുവാൻ വെമ്പുന്ന മയക്കുമരുന്ന് മാഫിയ നമുക്ക് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് ജാഗ്രത ശക്തമാക്കുക. ലഹരിമരുന്ന് കേസുകളിൽ ക്യാരിയർമാരിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങി നിൽക്കാതെ അതിനു പുറകിൽ വ്യാപിച്ചു കിടക്കുന്ന ലഹരി മാഫിയയുടെ അതിവിശാലമായ ശൃംഖല തകർക്കുവാൻ പോലീസിനും എക്സൈസ് വകുപ്പിനും സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ തകർക്കുന്ന ലഹരി ഭീകരതയെ
വേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ലഹരി മാഫിയയുടെ ഉള്ളറകൾ തേടിയുള്ള യാത്ര തുടരുകയാണ്.